ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 30 ദിവസത്തെ വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 6ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പാർട്ടി ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ്, അത് വലിയ പാർട്ടിക്കല്ല കേട്ടോ, നമ്മൾ ബർത്ത്ഡേ പാർട്ടി, വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ചെറുതായിട്ടൊക്കെ ഇതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ ഡെക്കറേഷൻസൊക്കെ എങ്ങനെ സൂക്ഷിക്കാം, എന്തൊക്കെ ഡെക്കറേഷൻ നമ്മുടെ വീട്ടിൽ നമുക്ക് ബേസിക് ആയിട്ട് കരുതി വെക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വലിയ പാർട്ടിയൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബൊക്കെയൊക്കെ കൊടുക്കും, പിന്നെ നമ്മൾ കേക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ ആ റൂമിൽ ലിവിങ് റൂമിൽ സാധാരണ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ ഈ കർട്ടൻ ഇട്ട ഏരിയയിൽ നമ്മൾ കുറച്ച് ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ വെക്കും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ചിലപ്പോൾ വാങ്ങിയത് വെക്കും, ഇല്ല എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസും വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഡേ അവർക്ക് നല്ലൊരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യും. മക്കൾക്ക് മാത്രമല്ല, നമ്മുടെയും ബർത്ത്ഡേക്ക്, എല്ലാവരുടെ ബർത്ത്ഡേക്കും ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ചേട്ടനും എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ ചെയ്ത് വെക്കാറ് പതിവുണ്ട്. പിന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചാൽ അതും നല്ല ഭംഗിയായിരിക്കും. അതിൽ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരു കളർ തീമോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മിക്കി മൗസ് എന്ന് പറഞ്ഞ തീമോ പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻസ് ഉണ്ടാക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കളറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്, അല്ലാതെ എല്ലാ വട്ടവും പുതിയ പുതിയ ഐറ്റം ഒന്നും വാങ്ങില്ല. ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോ തവണയും അത് റീയൂസ് ചെയ്യും. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ മോളുടെ ബർത്ത്ഡേക്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ തീം എടുത്തത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയ കുറേ ഐറ്റംസാണ് ഈ ട്രെയിൽ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ റീയൂസ് ചെയ്യും, പിന്നെ കേടായി കളയുമ്പോൾ അത് കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ് ബർത്ത്ഡേക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, വേണമെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചൊരു പ്ലാനിങ് ചെയ്താൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ അല്ലെങ്കിൽ വെഡ്ഡിങ് ഡേക്കൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഭംഗിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ ബർത്ത്ഡേ ഡെക്കറേഷൻസ് എല്ലാം തന്നെ ഞാൻ വലിയൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് വെച്ചിരുന്നത്. ആദ്യം ഒരു കവറിലായിരുന്നു, പിന്നെ ഐറ്റംസ് കൂടി ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി. ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ഒരു വലിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബിന്നിലാണ്. വലിയൊരു ബിന്നാണ്, ട്രോളിയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിത് കുറേ നാളത്തേക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. കാർഡ്ബോർഡ് പെറ്റി കുറേ കഴിഞ്ഞപ്പോൾ അത് പിന്നെ കേട് വരാൻ തുടങ്ങി, പിന്നെ പാറ്റ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ ഒരു കവറിൽ വെക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ, കേടുകൂടാതെ ഇരിക്കാനാണ് ഞാൻ ഈ ഒരു ബോക്സിൽ വെക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിൽ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ കുഞ്ഞു കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയവർക്കായാലും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബർത്ത്ഡേ ഹാറ്റ് വെക്കുക എന്നുള്ളത്. നമ്മളിത് ഇങ്ങനൊരു ഹാറ്റാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല, ബർത്ത്ഡേ ഉള്ള ആൾക്കൊരു ഹാറ്റ് വെച്ച് കൊടുക്കും. അതിനായിട്ട് ഇതേ ഒരു ബർത്ത്ഡേ ഹാറ്റ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക, ഒരു വട്ടം വാങ്ങിയാൽ പിന്നെ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല, കേടാക്കാതെ വെച്ചാൽ. പിന്നെ ഇതുപോലത്തെ ഹെയർ ബോ നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനത്തെ ആണെങ്കിൽ ഇത് വെക്കാം. ക്രൗൺ പോലത്തെ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ വെക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്രൗണാണ്, ഭയങ്കര ഭംഗിയൊന്നുമില്ല, എന്നാലും അത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ബർത്ത്ഡേ ക്യാപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ആദ്യം വെച്ചു. ഇനി നമ്മൾ വെക്കുന്നത് ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വെക്കാം. അത് നമ്മൾ മേത്ത് ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ തുണിയിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതേപോലെ തന്നെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് പേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അത് വെച്ചാലും മതി. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ ബർത്ത്ഡേ, ഇപ്പോൾ നമ്മൾ മിക്കി മൗസിൻ്റെ തീമിൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കി മൗസിൻ്റെ പിക്ചറൊക്കെ വരച്ച് വെക്കാം. ഇങ്ങനെ വാങ്ങിയ ഐറ്റംസ് ഒന്നും വെക്കണമെന്നൊന്നുമില്ല, അത് വരച്ചിട്ട് വെച്ചാലും നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഒരു തീം പാർട്ടി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ബർത്ത്ഡേ ബാനേഴ്സാണ്. ബാനർ എന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ബാനറുകൾ. ഇത് പല കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു പേർപ്പിൾ കളറിലുള്ളതാണ്. ഈ കാണുന്ന രീതിയിലാണിത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ വരിക. നമ്മളിത് കോർക്കണം കേട്ടോ. ഇതിങ്ങനെ ഓരോരോ പീസ് പേപ്പറായിട്ടാണ് വരുന്നത്. ഇത് ഓരോന്നും കോർത്തിട്ട് വേണം നമ്മൾ വോളിൽ ഹാങ് ചെയ്യാൻ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗാർലൻഡ് വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 എണ്ണം വാങ്ങി വെക്കുക. അപ്പോൾ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗാർലൻഡ് നല്ല ഭംഗിയുണ്ട്. ഫോയിൽ ബലൂൺ ഉണ്ടല്ലോ, അതിൻ്റെ പോലെ ഡിസൈനിൽ, ശരിക്കും 3D ഡിസൈൻ, ഒരു ബലൂൺ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുള്ളൊരു ഗാർലൻഡാണിത്. ഫോയിൽ ബലൂൺ എന്ന് പറഞ്ഞുള്ള ബലൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സ്പാർക്ലിംഗ് ആയിട്ട് തിളങ്ങുന്ന പേപ്പർ കൊണ്ടുള്ള ബലൂൺസ്. ഇത് ഞാൻ ഒരു തവണ വാങ്ങിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എനിക്ക് തോന്നിയത്, ഞാൻ ഓൺലൈനിൽ വാങ്ങി കഴിഞ്ഞപ്പോൾ
ഓരോ അക്ഷരങ്ങളൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ചില ഇതിലൊക്കെ ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീർക്കാതെ ഇങ്ങനെ ആകെ ഒരു വൃത്തിയില്ലാതെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുഴുവൻ ഉറപ്പിക്കാൻ പറ്റില്ല എത്രത്തോളം നന്നായിട്ട് കിട്ടുന്നു. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ മാത്രമേ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഈ ഒരു ഫോയിൽ ബലൂൺ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിലെ ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഹോൾസ് വന്ന് അതിൻ്റെ ഭംഗി പോയി. പിന്നെ അത് വെക്കുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഞാൻ അങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ട് പിന്നെ രാവിലെ വെക്കാനായാലും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ബലൂൺ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഇങ്ങനത്തെ ഗാർലൻഡ്, ഈ പറഞ്ഞ ബാനർ വാങ്ങി വെച്ചാൽ ആ പേപ്പർ ആണെന്ന് തോന്നിയില്ല, നല്ല ഭംഗിയുണ്ട്. ഫോട്ടോയിലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാനർ. അപ്പോൾ ഇതുപോലെയുള്ള ബാനർ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഞങ്ങൾ നേരത്തെ കാണിച്ച ഹാപ്പി ബർത്ത്ഡേയുടെ അതേ ബാനർ തന്നെ വേറൊരു കളറും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതധികം വില വരുന്ന ബാനറല്ല, വില കുറവാണ്, കുറഞ്ഞത് വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ആകെ കൂടെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. കുറേ വില കൂടിയതൊന്നും വാങ്ങണമെന്നില്ല. അപ്പോൾ ഇത് ആ വയലറ്റിൻ്റെ തന്നെ റെഡ് കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഡോളോ ഡെക്കറേഷനോ ഒക്കെ നമുക്ക് ടേബിളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബോക്സിൽ തന്നെ വെക്കാം. കാരണം ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, പെട്ടെന്നായിരിക്കും ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യേണ്ടി വരാം. പിന്നെ വെക്കുന്നത് കാൻഡിൽസ് ആണ്. ചെറിയ ചെറിയ കാൻഡിൽസ് വരുന്നുണ്ട്, അത് ഞങ്ങളുടെ കയ്യിലില്ല, അത് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അതാ വെക്കാറ്. ഇല്ലെങ്കിൽ വലിയ കാൻഡിൽസ്, പിന്നെ ഇങ്ങനത്തെ നമ്പർ വരുന്ന കാൻഡിൽസ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാൻഡിലാണ്, അധികം വിലയും വരുന്നില്ല ഈ കാൻഡിൽസിന്, അതായാലും മതി. ചെറുതും വലുതൊക്കെ ഇങ്ങനത്തെ നമ്പർ കാൻഡിൽസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വാങ്ങേണ്ടത് ബലൂൺസ് ആണ്. ഞങ്ങൾ സാധാരണ ആ ബർത്ത്ഡേയുടെ ദിവസം എടുക്കാറാവുമ്പോൾ കുഞ്ഞി പാക്കറ്റ് ബലൂണുകൾ ഇങ്ങനത്തെ വാങ്ങി വെക്കും. ചെറിയ പാക്കറ്റേ വാങ്ങാറുള്ളൂ. ഇത്തിരി നല്ല ബലൂൺസ് നോക്കിയിട്ട് വാങ്ങാം. വലിയ പാക്കറ്റ് ഇതുപോലത്തെ സാധാരണ വാങ്ങാറില്ല. അത് ഞങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ബലൂൺസ് എക്സ്ട്രാ വന്നു, അതുകൊണ്ട് മാത്രമാണ്. സാധാരണ ഞങ്ങളുടെ കുഞ്ഞി പാക്കറ്റ് ബലൂണ് ഇത്തിരി ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങും. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബലൂൺസ് നമ്മൾ 3 പാക്കറ്റ് അതും കൂടി ഈ ഒരു ബോക്സിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള റിബൺ, അതായത് ഒരു ഗ്ലിറ്റർ റിബണൊക്കെ കിട്ടും വാങ്ങാൻ. അങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങാം. ഇങ്ങനത്തെ വരുമ്പോൾ കുറച്ച് വിലയുണ്ടാവും. ഇല്ലെങ്കിൽ പേപ്പറിൻ്റെ ഇതുപോലത്തെ റിബണുകൾ നമുക്ക് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ നമുക്കത് പിന്നീട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. കുറേ നാളെത്തിയതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ. പക്ഷെ അതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അത് നനഞ്ഞു പോയൊക്കെ ആയിക്കഴിഞ്ഞാൽ കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഈ ബോക്സിൽ തന്നെ ജസ്റ്റ് മുകളിലാണ് വെക്കണേ. വേറെ വലിയ അറേഞ്ച്മെൻറ്റ് ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആരെങ്കിലും ബർത്ത്ഡേ വന്നാൽ ഈ ഒരു ബോക്സ് എടുക്കുക, അതിൽ നിന്ന് പുറത്തോട്ട് എടുക്കുകയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വെക്കുന്നത് ബർത്ത്ഡേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സോ ഡെക്കറേഷൻസും വെക്കാം. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കേട്ടന് പകരം ഇതുപോലെയുള്ള ഫോയിൽ കേട്ടൻ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിരിക്കും, ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല ഭംഗിൻ്റെ ആയിരിക്കും. പിന്നെ ആകെ കൂടെ മൊത്തത്തിൽ തിളക്കായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ബോക്സിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇത് നല്ല വൃത്തിക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് ആകെ കെട്ടിപ്പിടിച്ചാൽ പിന്നെ അത് നാശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാക്ക് ഞാൻ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതധികം വില വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാർട്ടി സപ്ലൈസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിയത്. ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് വിലക്കുറവിന് കിട്ടും. പിന്നെ മുൻപ് മേടിച്ചൊരു ഫോയിൽഡ് ഇത് ഞാനിങ്ങനെ കവറിലാക്കിയിട്ടാണ് വെച്ചിരിക്കുക. എല്ലാം കവറിലാക്കി എഴുതി വെക്കുക, ഇന്ന ഐറ്റാണ് അതിലുണ്ടെന്ന് അറിയാം. പിന്നെ ഞാൻ വെക്കുന്നത് ബലൂണൊക്കെ വീർപ്പിക്കാനുള്ള ഈ ഒരു ഐറ്റമാണ്. ഇത് പലരുടെയും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇത് ഒരെണ്ണം വാങ്ങി വെക്കുക. ഇതും നല്ലത് നോക്കി വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ബലൂണൊക്കെ വീർപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു ഈ ഒരു ബോക്സിൽ വെക്കുകയാണ്. ഇതപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ബോക്സ് വെച്ചാൽ സ്റ്റോർ ചെയ്യാം. ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വീട്ടിൽ വെക്കാം. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഇടയിൽ അറ്റത്തായിട്ടൊരു കോർണറിൽ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർഗനൈസിങ് ടാസ്ക് വളരെ ഈസി ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എല്ലാ പാർട്ടി ഡെക്കറേഷൻ ഐറ്റംസും ഒരുമിച്ച് കൊണ്ടുവരിക, എല്ലാം തരം തിരിച്ച് കവറുകളിലാക്കി പേരെഴുതി ബോക്സിൽ വെക്കുക. ഇനി നിങ്ങൾ അങ്ങനെ വെക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുക. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നല്ല എളുപ്പമാണ് അല്ലേ? അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.